പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്ന് മാർച്ച് 16 തിങ്കള്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും
ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോഭ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കെതിരെ കുറ്റം പറച്ചിലും നമ്മൾ ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പോൾ കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ, ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമവെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ, അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന പകുതി മുക്കാൽ പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ സ്വാസ്ഥ്യമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക, 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസിസ്റ്റൻറ്റും ഇല്ല. അപ്പോൾ ആവശ്യത്തിന് കല്യാണവും മരണം ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടക്കാണ് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമുക്ക് വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ദൈവം ആ സമയത്ത് ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്. ഞാനൊരു ദിവസം പള്ളിയെ അതിക്ക് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട്
എൻ്റെ പള്ളിയുടെ വാതിക്കെ ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഇത് ആലപ്പുഴ 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പള്ളി, വാടാക്കൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല്ല തൈക്കപ്പള്ളി. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ. അല്ലാതെ ഫ്രിഡ്ജാ ടി വി, അന്ന് ടി വിക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തിരിക്കും, മജ്ജ് ഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു. പടം ഫോട്ടോ ഇത് പാടായിരുന്നു, അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ. ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണതിൻ്റെ അടുത്ത്. അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലതുഭാഗത്ത് നീ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്രയും ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കിയില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷേ അതിനൊരിക്കലും ജപമാലയെ കുടുംബപ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബപ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്, മറ്റത് കുടുംബപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങൾ എന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മാതാവ് ഫസ്കയിൽ ഈ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതമായിട്ട് കിടന്നൊന്നുമല്ല. സീവർ എന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിൽ നിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവകെ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ ചിലപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി, മാസ്റ്ററേഡി കഴിഞ്ഞു. അതിനുശേഷം എങ്കിലും പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ കുരിശടിയാണ് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ വീണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ കുരിശടിയത്ത് ഇരുന്ന് ജപമാലയില്ല ചെയ്യണം ആ മഴയത്ത് മുഴുവനും. മഴ കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ വേറെ ഒരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും, കുളമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ് ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളു, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്.
ഇത് ആൻ്റണി എന്താണ്. എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നാണ് ജപമാല ചൊല്ലി, ഈ 1000 മഴ ജപമാല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും, ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തട. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിനെ ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും ഓർത്തേക്കണം, ശത്രുക്കളുണ്ടായ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് കൃപയിൽ പ്രാർത്ഥനയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മനാമത്തിൽ.